ഹലോ എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണുക. കണ്ടിഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ഇതാ രാവിലെ തന്നെ ഞാൻ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട്. മുറ്റടിയും സിറ്റൗട്ട് തുറക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കിച്ചണിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ രാത്രി ഇങ്ങനെ അപ്പത്തിനൊക്കെ അരച്ച് വെക്കുകയാണെങ്കിൽ നല്ല സുഖമാണല്ലോ നമുക്ക് രാവിലെ തന്നെ എടുത്ത് ചുടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എപ്പോഴാണോ നമ്മൾ കഴിക്കാൻ നോക്കുന്നത് ആ ഒരു ടൈമിലാണ് കേട്ടോ വെള്ളപ്പൊക്കെ ചുടാനുള്ള ഒരു പുറപ്പാടുണ്ടാവുക. അതിൻ്റെ മുമ്പ് നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ഞാനിങ്ങനെ തീർത്ത് വെക്കും. പിന്നെ നമ്മൾ എപ്പോഴാണോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നോക്കുന്നത് ആ ഒരു ടൈമിൽ ഇങ്ങനെ വേണ്ടവർക്ക് ചൂടുള്ളത് അങ്ങനെ ചുട്ടെടുക്കലാണ്. ഇവിടെ ഇങ്ങനെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന വെള്ളപ്പം ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പരത്തി എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ദോശ പോലെയുള്ള അങ്ങനെയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഇതാ ഈ ഒരു ചമ്മന്തിയും വെള്ളപ്പം ഭയങ്കര മാച്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് കഴിക്കുകയാണ് കേട്ടോ. കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് എനിക്ക് കുറച്ച് ജോലികളും കൂടി ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അതാ എനിക്ക് കുറേ അയൺ ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് വെക്കുകയാണ്. അതിൻ്റെ പിറ്റേ ദിവസം ക്ലാസ് തുടങ്ങുകയാണല്ലോ. അപ്പോൾ അതെല്ലാം ഒന്ന് അയൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ ഒരു ടൈമിൽ കുട്ടിയൊക്കെ പോകുന്ന സമയത്ത് വേഗം തന്നെ എടുത്ത് കൊടുക്കുക, അല്ലെങ്കിൽ അവർ തന്നെ എടുത്തിടുക, അങ്ങനെയൊക്കെ ചെയ്തോളും. നമ്മളൊരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അവർക്ക് തന്നെ എടുത്തിടാവുന്നതേ ഉള്ളൂ. ഇസ്തിരിപ്പെട്ടീൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ച് കിടക്കുമല്ലോ നമുക്ക് എന്തെങ്കിലും അടി പിടിച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോക്കണമെങ്കിൽ ഇസ്തിരിപ്പെട്ടി നന്നായി ചൂടാക്കിയതിന് ശേഷം ഒരു ബ്ലേഡോ അല്ലെങ്കിൽ റൈസറോ വെച്ചിട്ട് നമുക്കിങ്ങനെ പെട്ടെന്ന് തന്നെ ചിരകി കളയാൻ പറ്റും. എന്നാൽ പിന്നെ അതിൻ്റെ കോട്ടിങ് അധികം പോവില്ല. നമ്മളിങ്ങനെ ഓഫാക്കി കഴിഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ ഇസ്തിരിപ്പെട്ടിമുള്ള ആ ഒരു കോട്ടിങ് പോവും. അപ്പോഴാണ് നൗഷാക്ക് എല്ലാ മാങ്ങയും പറിച്ചിട്ടുണ്ട് കേട്ടോ. കുരങ്ങിൻ്റെ ശല്യം കൊണ്ട് എല്ലാം ഇങ്ങനെ കുരങ്ങ് കഴിക്കുകയാണ്. അപ്പോൾ പിന്നെ നമുക്കൊന്നും കിട്ടുന്നില്ല. അപ്പോൾ എല്ലാം പച്ചയും പഴുത്തതുമായിട്ടുള്ള എല്ലാം ഇങ്ങനെ പറിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഉള്ളത് ഇങ്ങനെ കുട്ടികൾക്കും നൗഷാക്കൊക്കെ ചെത്തി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചെത്തിയെടുക്കുകയാണ്. ചിലതൊക്കെ നല്ല കേടുമാണ്, ചിലത് നല്ലതുമാണ്. അപ്പോൾ ഇങ്ങനെ കുരുമുളക് ഉപ്പിട്ടിട്ട് കഴിക്കാൻ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ആക്കി കൊടുക്കുകയാണ്. ചില സമയത്ത് ഇവർ മാങ്ങയിൽ മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് കഴിക്കുന്നത് കാണാം. എനിക്കിങ്ങനെ നാച്ചുറലായിട്ട് മാങ്ങ വെറുതെ കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. നമ്മൾ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള ഉപ്പേരിയാണ് ഇപ്പോൾ ആക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് പൊട്ടിക്കുക. പിന്നെ അതിലേക്ക് വെണ്ടയ്ക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതെല്ലാം ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വറുത്ത് ഇങ്ങനെ ഉണക്കിയെടുക്കുക. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്കായാലും നമുക്ക് ലഞ്ചിനൊക്കെ ഇത് മാത്രം മതിയാവും കേട്ടോ കഴിക്കാൻ. നല്ല ടേസ്റ്റുള്ളൊരു മെഴുക്ക് പുരട്ടി തന്നെയാണ്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് തക്കാളി വരട്ടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും, നമുക്ക് വീട്ടിൽ കഴിക്കാനും പറ്റും. ഇന്ന് ലഞ്ചിന് ഞാൻ അതൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോഴാണ് നല്ല മഴ പെയ്യുന്നത് പുറത്ത്. പിന്നെ കുറച്ച് നഗറ്റ്സ് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ വേറെ ഇറച്ചിയോ മീനോ ഒന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഞാൻ ഇങ്ങനെ നഗറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ കുറച്ച് ചെറുപയർ ഉപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ, അതൊന്ന് വറവിട്ടെടുത്തിട്ടുമുണ്ട്. അപ്പോൾ ലഞ്ച് ബോക്സ് ഞാൻ കുട്ടികൾക്കൊക്കെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. താഴെയുള്ള പാത്രത്തിൽ ചോറ് മാത്രം തന്നെയാണ് കേട്ടോ ഇടുക. അതിൽ ഉപ്പേരി സാധനങ്ങളൊക്കെ ഇടുന്നത് അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ അതിൻ്റെ മേലെ ഇങ്ങനെ ഒരു പാത്രം കൂടിയുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെയാണ് ഞാൻ ഉപ്പേരി ഇങ്ങനെയുള്ള എന്തെങ്കിലും ഫ്രൈ ചെയ്തത് അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുക. കറി പിന്നെ വേറൊരു പാത്രത്തിൽ അങ്ങനെ എടുക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പാത്രം സ്റ്റീലിൻ്റെതാകുമ്പോൾ നമുക്ക് ചൂടുള്ളത് വിളമ്പുകയും ചെയ്യുക, അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ലഞ്ച് കഴിക്കുകയാണ്. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് കിടന്നുറങ്ങി എഴുന്നേറ്റ് വന്നതിന് ശേഷവും മഴ നിന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ മക്കളൊക്കെ നല്ല കളിയിലാണ് കേട്ടോ. തോണിയൊക്കെ ഉണ്ടാക്കി ഒക്കെ ഇങ്ങനെ ഒഴുക്കുന്ന നമ്മളെ ഒരു ചെറുപ്പക്കാലൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു. പിന്നെ കുറച്ച് മഴയൊക്കെ
തോർന്നതിന് ശേഷം നമ്മളെ ബൊഗൈൻ വില്ലൊക്കെ ഒന്ന് പ്രൂൺ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്ത് ഒരു ടൈം, ഈ ഒരു ടൈമിലാണ് കേട്ടോ ഇത് കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു ജൂൺ ജൂലൈ ആ ഒരു ടൈമിൽ തന്നെയാണ് ഇത് കട്ട് ചെയ്ത് നമ്മൾ ഇവിടുന്ന് ഈ ചട്ടിയൊക്കെ എടുത്ത് മാറ്റി വെക്കുകയും ചെയ്യും. എന്നിട്ട് വേറെ എന്തെങ്കിലും ചെടികൾ എന്തെങ്കിലും ഈ ഒരു മതിലുമ്പോൾ കയറ്റി വെക്കാനാണ് കേട്ടോ പതിവ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെടികളൊക്കെ സംരക്ഷിക്കുകയാണെങ്കിൽ നന്നായിട്ട് നമ്മൾ വിചാരിച്ചതിലും അധികം പൂവ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ പ്രൂൺ ചെയ്ത് കുറ്റിയാക്കി വെട്ടിയെടുക്കും. കുറച്ച് ഇലകൾ മാത്രമേ അതുമേൽ വെക്കുള്ളൂ. അപ്പോഴേക്കും നമ്മളെ മഴക്കാലമൊക്കെ കഴിഞ്ഞ് സീസണൊക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് പൂവൊക്കെ വിരിഞ്ഞ് നല്ല സെറ്റായി നിന്നോളും. നമ്മൾ പൂവുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വെട്ടിക്കളയാതിരിക്കരുത്. പൂവുള്ളതൊന്നും ഒരു പ്രശ്നമല്ല. പിന്നീട് നമുക്ക് നല്ല ഉഷാറായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈമിൽ നമ്മൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. നല്ല മഴയാണല്ലോ പെയ്യുന്നത്, അപ്പോൾ പിന്നെ എന്തായാലും പൂവ് വിരിഞ്ഞാലും നിൽക്കില്ല. അതുകൊണ്ട് ഒക്കെ ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ചെയ്താലും നല്ല പണിയാണല്ലോ നമുക്ക് കിട്ടുക. നമ്മളെ വഴികളൊക്കെ നാശമായിട്ടുണ്ടാക്കും. ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഞാനിതാ മേലെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മക്കളുടെ അലമാര എൻ്റെ അലമാരൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഇതൊക്കെ നീനുവിൻ്റെ ഷാളുകളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് വെക്കുകയാണെങ്കിൽ ഒന്നും കേടായി പോകില്ല കേട്ടോ. നമ്മൾ ഒന്ന് എടുക്കുമ്പോൾ ഒന്ന് മറിഞ്ഞു വീഴുമല്ലോ, അത് സ്വാഭാവികമായിട്ടും സംഭവിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഓരോന്നും നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എടുക്കാനും കിട്ടും. ഒന്നെടുക്കുമ്പോൾ മറ്റേത് നാശാവുകയില്ല. ഓരോ ഷെൽഫിലെയും ഡ്രസ്സുകൾ നമ്മൾ പുറത്തേക്ക് ഇടുക. അത് നന്നാക്കി വെച്ചതിന് ശേഷം അടുത്ത ഷെൽഫിലുള്ള വലിച്ചിട്ടാൽ മതിയാവും. എന്നാൽ പിന്നെ ഒന്നിച്ചിങ്ങനെ കൂമ്പാരായിട്ട് നിൽക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കര മടി തോന്നുക കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ ഷെൽഫിലെ സാധനങ്ങൾ വലിച്ചിടുക, അത് നന്നാക്കി വെക്കുക, പിന്നെ അടുത്തത് എടുക്കുക. അങ്ങനെ ആകുമ്പോൾ നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും. നമ്മളെ അലമാരൊക്കെ നല്ല ഇങ്ങനെ ഒതുക്കി വെച്ചിട്ട് കാണാൻ നല്ല ഭംഗിയാണല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മളെ അലമാരയിലുള്ള സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മാറ്റി വെക്കുന്നതൊക്കെ നല്ല രസമുള്ളൊരു സംഭവമാണ്. പിന്നെ നമ്മളെ അലമാരയിൽ പാറ്റ കാര്യങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല. പിന്നെ ഞാൻ ചുരിദാറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മടക്കി വെക്കുന്ന സമയത്ത് അതിൻ്റെ അക്സസറീസ് ബോട്ടായാലും ഷോളായാലും ടോപ്പായാലും എല്ലാം ഒന്നിച്ചിങ്ങനെ ഫോൾഡ് ചെയ്തിട്ടാണ് വെക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ പാൻറ്റ് എവിടെ ഷോൾ എവിടെ ചോദിച്ചിങ്ങനെ നമ്മൾ തിരഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ മടക്കി വെക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഞാൻ പുറത്തേക്ക് പോകുന്ന ഡ്രസ്സുകളൊക്കെ ഒരു സ്ഥലത്ത് തന്നെയാണ് കേട്ടോ വെക്കുക. വീട്ടിലിടുന്ന സാധനം വേറൊരു ഷെൽഫിലായിട്ടാണ് അങ്ങനെ വെക്കുക. ഇതൊക്കെ എൻ്റെ ചുരിദാറുകൾ ഞാൻ അയൺ ചെയ്ത് ഇങ്ങനെ ഹാങ്കറിൽ ഹാങ് ചെയ്തിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഓരോ ഡ്രസ്സുകളും ഇങ്ങനെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് സുഖമാണ്. പിന്നെ നമ്മൾ പാൻറ്റ് ഷോള് അങ്ങനെയുള്ളതൊക്കെ താഴെ ഇങ്ങനെ അയൺ ചെയ്തിട്ട് മടക്കി വെക്കുകയും ചെയ്യും. ടോപ്പുകളൊക്കെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് അങ്ങനെ ഹാങ്കറിൽ ഹാങ് ചെയ്ത് വെക്കുകയും ചെയ്യും. അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതാണ് കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വാല്യബിളായിട്ടുള്ള കമൻറ്റുകൾ എന്ത് തന്നെയായാലും ഒരു സ്മൈലി ആയിട്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.